ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും നോമ്പുകാല ചിന്തകളിലേക്ക് കടക്കാം. ഇന്നേ ദിവസം നമുക്ക് നിയമാവർത്തന പുസ്തകത്തിലെ 8-ാം അധ്യായത്തിലെ 2-ാം തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. സംരക്ഷണത്തിൻ്റെ മാത്രമല്ല, പ്രലോഭനങ്ങളുടെയും ഇടയമാണ് മരുഭൂമി. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്ര നിരവധിയായ പ്രലോഭനങ്ങളുടെയും വീഴ്ചകളുടെയും തുടർന്ന് അനുതാപത്തിൻ്റെയും വിലാപത്തിൻ്റെയും അവസരങ്ങൾ ആയിരുന്നു. ജനത്തിൻ്റെ വിശ്വാസവും വിശ്വസ്തതയും അനുസരണവും അളക്കുന്നതിന് ദൈവം നൽകിയ അവസരങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. അതിനെ പരീക്ഷകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അറിവും കഴിവും പരിശോധിക്കുന്നതിന് വേണ്ടിയാണല്ലോ സാധാരണ നമ്മളെല്ലാവരും പരീക്ഷകൾ വയ്ക്കാറ്. മരുഭൂമിയിൽ അവർ അനുഭവിച്ച വിശപ്പും ദാഹവും അലഞ്ഞുതിരിയലും എല്ലാം ഇപ്രകാരമുള്ള പരീക്ഷകളായിരുന്നു. എന്നാൽ പലപ്പോഴും പരീക്ഷണങ്ങൾ പ്രലോഭനങ്ങളാക്കി അവർ മാറ്റി. ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാനും ദൈവത്തെയും അവിടുത്തെ പദ്ധതികളെയും ചോദ്യം ചെയ്യാനും നിഷേധിക്കാനും ഉണ്ടാകുന്ന പ്രേരണകളാണ് പൊതുവെ പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത്. ദൈവം അയച്ച പരീക്ഷകൾ അവർക്ക് പ്രലോഭനങ്ങളായി മാറി. അങ്ങനെ മരുഭൂമി ശക്തമായ പ്രലോഭനങ്ങളുടെ ഇടമായി തീർന്നു. പ്രലോഭനങ്ങൾ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചു. അത് വിശ്വാസത്യാഗത്തിന് തന്നെ കാരണമായി. പ്രിയമുള്ളവരെ, ഈജിപ്തുകാരുടെ ക്രൂരത നിമിത്തം നിലവിളിച്ച ഒരു പറ്റം അടിമകളെ ശക്തമായ കരം നീട്ടി മോചിപ്പിച്ച് അത്ഭുതകരമായി കടൽ വിഭജിച്ചുകൊണ്ട് വരണ്ട ഭൂമിയിലൂടെ കടത്തി മരുഭൂമിയിലൂടെ നയിച്ച് സീനാൻ മലയുടെ അടിവാരത്തെത്തിച്ച ദൈവം അവരുടേതുമായ ഒരു ഉടമ്പടി ചെയ്തിരുന്നു. അവരെ സ്വന്തം ജനമായി രാജകീയ പുരോഹിതരായി സ്വീകരിച്ചു. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് 19-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ അവരെ രാജകീയ പുരോഹിതരായി സ്വീകരിച്ചു. കാരണം പരീക്ഷണങ്ങൾ തീർത്ത് അവരെ വിശദീകരണത്തിന് ശേഷം തെരഞ്ഞെടുക്കേണ്ട വംശം അല്ലെങ്കിൽ തെരഞ്ഞെടുക്കേണ്ട വ്യക്തികളെ രാജകീയ പുരോഹിതരായി സ്വീകരിച്ചു. ഉടമ്പടി സ്വീകരിക്കാനായി മല കയറിയ മോശ തിരിച്ചു വരാൻ വൈകി. ജനം അക്ഷമരും അസ്വസ്ഥരുമായി. കാരണം ഇന്നും അങ്ങനെ തന്നെയല്ലേ, ഒന്നിനും ആർക്കും ക്ഷമയില്ല. കാരണം അവർ നമ്മളെല്ലാം വിചാരിക്കുന്ന സമയത്തിനെല്ലാം നടന്നു കിട്ടണം. അവർ തങ്ങൾക്കായി ഒരു ദൈവത്തെ മെനഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. പ്രധാന പുരോഹിതൻ അഹരോൻ നേതൃത്വം നൽകി അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഒരുക്കി കാളക്കുട്ടിയെ വാർത്തെടുത്തു. പുറപ്പാട് 32-ലെ 1 മുതൽ 6 വരെയുള്ള തിരുവചനത്തിൽ വ്യക്തമായി ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അഹരോൻ വാർത്തെടുത്ത സുവർണ വിഗ്രഹം എന്നും പ്രസക്തമായൊരു പ്രതീകമാണ്, തിന്മയുടെ പ്രതീകമാണ്, ഒരു ഓർമ്മപ്പെടുത്തലും. മരുഭൂമിയിലുള്ള യാത്രാമധ്യേ ദൈവഹിതത്തിന് കാതോർക്കാൻ കഴിയണം. യാചനകൾക്ക് ഉടനെ മറുപടി കിട്ടിയില്ലെങ്കിൽ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളും നഷ്ടങ്ങളും സഹനങ്ങളുമെല്ലാം പരീക്ഷണങ്ങളായി സ്വീകരിക്കണം. അവ പ്രലോഭനങ്ങളായി തീരാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. പ്രലോഭനങ്ങളെ തിരിച്ചറിയാനും തിരസ്കരിക്കാനും ദൈവത്തോട് വിശ്വസ്ത പുലർത്താനും ഈ നോമ്പുകാലം നമുക്ക് സഹായമാകട്ടെ. നമുക്കതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ, നമ്മളെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാം. ദൈവമേ, ഞങ്ങൾ ഈ നോമ്പുകാലം കർത്താവെ പ്രതീക്ഷയോടെ മുന്നേറുവാനും കർത്താവെ പ്രലോഭനങ്ങൾ അകപ്പെടാതെ അങ്ങയുടെ വരവിനായി പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു രാജകീയ തെരഞ്ഞെടുത്ത വംശമായി ഞങ്ങളെ മാറാനും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായിട്ട് പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.